എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സ് നിറയെ നിങ്ങൾ മാത്രമാണ് എന്നതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ പിങ്ക് നിറത്തിലുള്ള പുഷ്പം ഫയലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് ആദ്യം പോകാം. കൃത്യമായി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, നിങ്ങളെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എത്രയെത്ര പ്രതിസന്ധികൾ, എത്രയെത്ര പ്രശ്നങ്ങൾ ഒക്കെ ഒക്കെ ഉണ്ടായി. അതിലൊന്നും മാറ്റങ്ങൾ വരാതെ നിങ്ങൾ സ്നേഹിച്ചൊരു വ്യക്തി ഒരു മാറ്റവും വരുത്തുന്നില്ല. നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വച്ചാൽ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിലപാടും സ്വീകരിക്കാത്ത, ഒരു നിലയിലും നിങ്ങളെ സ്നേഹിക്കാതിരിക്കാത്തൊരു വ്യക്തി. എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് എന്നെന്നും നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്ന, നിങ്ങൾക്ക് എതിരെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും എന്നെന്നും നേരിടുന്ന, നിങ്ങൾക്കൊപ്പം നിൽക്കുന്നൊരു വ്യക്തി. എത്രയെത്ര പ്രതിസന്ധികളിലൂടെ കടന്നുപോയി, എത്രയെത്ര പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. ആ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ തളരാതെ, തകരാതെ, കൃത്യമായ ധാരണയോടുകൂടി, കൃത്യമായ മുന്നേറ്റത്തോടു കൂടി നിന്നൊരു വ്യക്തി. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും ജീവിതത്തിൽ പോസിറ്റീവ് എനർജിയോടെ നിന്നൊരു വ്യക്തി. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവഗണിച്ചുകൊണ്ട് കൃത്യമായ ധാരണയോടെ, കൃത്യമായ സ്നേഹത്തോടെ, കരുതലോടെ നിങ്ങൾക്കൊപ്പം നിന്നൊരു വ്യക്തി. നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ മുഴുവൻ നിങ്ങളാണ്. നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കാൻ കഴിയും, നിങ്ങൾക്ക് എത്രമാത്രം നല്ല ഒരു സമാധാനം നൽകാൻ കഴിയും, എത്രമാത്രം നിങ്ങളിലേക്ക് അടുക്കാൻ കഴിയും. നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായൊരു വ്യക്തിയാകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. എത്രയെത്ര പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് ആ വ്യക്തി തരണം ചെയ്തത്. എത്രയെത്ര കുഴപ്പങ്ങളിൽ, വെല്ലുവിളികളിൽ നിങ്ങളൊപ്പം നിന്നു. നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി. ഹൃദയത്തിൽ ഒരുപാട് വേദനകളും, ഹൃദയത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട്, അവഗണിച്ചുകൊണ്ട് ശക്തമായി നിൽക്കാൻ, ശക്തമായ ഭാഷയിൽ നിങ്ങളെ സ്നേഹിച്ച് നിൽക്കാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞു. ഒരുപാട് ആളുകൾ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാനായിട്ട് ശ്രമിച്ചു. നിങ്ങളെ ഇഷ്ടപ്പെടരുത്, നിങ്ങളെ സ്നേഹിക്കരുത്, നിങ്ങൾ വളരെ മോശക്കാരനായൊരു വ്യക്തിയാണ്, മോശക്കാരിയായൊരു വ്യക്തിയാണെന്നൊക്കെ ആ വ്യക്തിയോട് പല കാലങ്ങളിൽ പല ആളുകളും പരുത്താൻ ശ്രമിച്ചു. പക്ഷേ അതിലൊന്നും വിശ്വസിക്കാതെ കേവലം നിങ്ങളോടുള്ള സ്നേഹം മനസ്സിൽ നിറച്ച്, മറ്റൊന്നും ചിന്തിക്കാതെ, നിങ്ങളോട് ഇഷ്ടപ്പെട്ട്, നിങ്ങളോട് മനസ്സ് നൽകി, ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാനോ, ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ മായ്ച്ചു കളയാനോ ആ വ്യക്തി ശ്രമിച്ചിട്ടില്ല. മറിച്ച് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്യുന്ന നിങ്ങളോട് സഹതാപമാണ് ആ വ്യക്തി കാണിച്ചത്. കാരണം ആ വ്യക്തിയുടെ ഇഷ്ടം അത്രത്തോളം ഉണ്ടായിരുന്നു നിങ്ങളോട്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും ഹൃദയത്തിൽ, മനസ്സിൽ എപ്പോഴും സന്തോഷത്തോടെ, മനസ്സിലെപ്പോഴും ഒരു സമാധാനത്തോടെ നിങ്ങളെ സ്നേഹിക്കാനാണ് ആ വ്യക്തി ശ്രമിച്ചത്. ആ വ്യക്തിക്ക് വേണമെങ്കിൽ നിങ്ങളെ പല ഘട്ടങ്ങളിൽ, പല സമയത്ത് അവഗണിച്ചുകൊണ്ട് പോകാമായിരുന്നു. പക്ഷെ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ജനിച്ചൊരു വ്യക്തി. എത്ര സമ്മർദ്ദങ്ങളുണ്ടെങ്കിലും അതൊന്നും വഴിവെക്കാതെ, ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ട ഏത് വ്യക്തി നിങ്ങളെക്കുറിച്ച് നുണകൾ പറഞ്ഞാലും, നിങ്ങളെയും ആ വ്യക്തിയെ അകറ്റാൻ നോക്കിയാൽ അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. ആ വ്യക്തിയുടെ മനസ്സ് മുഴുവനും നിങ്ങളാണ്. രണ്ടാമത്തെ പൈല്, സൂര്യകാന്തി പുഷ്പം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലാണ് നമ്മൾ പറയുന്നത്. ആ വ്യക്തിയുടെ മനസ്സ് ഒരിക്കലും നിങ്ങളല്ലാതെ ആയിരുന്നിട്ടില്ല. ആ വ്യക്തിക്ക് ഇന്നത് നേടണം, ആ വ്യക്തിക്ക് ഇന്നത് കെട്ടിപ്പിടിക്കണം, അങ്ങനെയുള്ള സ്വാർത്ഥതകളൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങളുടെ ഇല്ലായ്മയും വല്ലായ്മയും മാറ്റിയെടുക്കാൻ തനിക്കെന്ത് സാധിക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടായപ്പോഴും ആ വ്യക്തി നിങ്ങളോട് സ്നേഹിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും തേടിയിട്ടില്ല.
ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും പ്രതിസന്ധി ഉണ്ടായപ്പോഴും നിങ്ങളെ അവഗണിക്കുന്ന ഒരു രീതിയും ആ വ്യക്തി സ്വീകരിച്ചില്ല. കാരണം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിക്ക് വേണ്ടിയല്ല ആ വ്യക്തി ജീവിച്ചിരിക്കുന്നത്. ആ വ്യക്തി സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. അതിൽ നിങ്ങളും പെടും. നിങ്ങളെ ആ വ്യക്തി കൃത്യമായി സ്നേഹിച്ചിരുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന, ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആ വ്യക്തി അനുഭവിച്ചിട്ടുണ്ട്, ആ വ്യക്തി നേരിട്ടിട്ടുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് ഓരോ നിമിഷത്തിലും, ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നിങ്ങളെ എങ്ങനെ വിജയിപ്പിക്കാമെന്നാണ് ആ വ്യക്തി നോക്കിയത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് വിജയിക്കേണ്ട, ആ വ്യക്തിക്ക് വിജയിക്കാൻ കഴിയുന്ന പല മേഖലകളിലും ആ വ്യക്തി ശോഭിച്ചില്ല. കാരണം നിങ്ങൾക്ക് തണലേകി കടന്നു പോകാനാണ് ആ വ്യക്തി ആഗ്രഹിച്ചത്. നാളെ തൻ്റെ ഒപ്പമുള്ളവർക്ക് നാളെയും ഇന്നും ഒക്കെ എന്ത് നൽകാൻ തനിക്ക് സാധിക്കും, അതിനെക്കുറിച്ചാണ് ആ വ്യക്തി ചിന്തിച്ചിരുന്നത്. അല്ലാതെ തനിക്ക് മാത്രമായിട്ട് ഒരു സ്വപ്നം ഉണ്ടായിരുന്നില്ല, ഒരു നേട്ടം നേടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എപ്പോഴും തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, തന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചൊരു വ്യക്തിയാണ്. ഒരുപാട് സംഘർഷങ്ങളും ഒരുപാട് ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തനിക്ക് എന്ത് നൽകാൻ കഴിയുമെന്നുള്ളതാണ് ആ വ്യക്തി തേടിയിരുന്നത്. അങ്ങനെ സ്നേഹിച്ചിട്ട് ഒരുപക്ഷെ നിങ്ങൾ ഒരു ആത്മപരിശോധന നടത്തേണ്ടത് നിങ്ങൾ ആ വ്യക്തിക്ക് എന്ത് നൽകി എന്നുള്ളതാണ്. നിങ്ങൾ ആ വ്യക്തിക്ക് എന്താണ് നൽകിയതെന്നുള്ളത് ഒരു വലിയ ചോദ്യമായിട്ട് എന്നും അവശേഷിക്കുകയാണ്. നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുകയും നിങ്ങളെ അത്രമാത്രം ഇഷ്ടപ്പെടുകയും അത്രമാത്രം നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുകയും ചെയ്ത ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ നൽകിയത് എന്ന ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചതിൻ്റെ അത്രയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി ഇല്ലാതെ പോയൊരു വ്യക്തിയാണ്, ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം പലതും കരുതി വെച്ചു. ആ വ്യക്തിയുടെ ജീവിതം തന്നെ നിങ്ങൾക്ക് വളമായെന്ന് വേണമെങ്കിൽ പറയാം. ആ വ്യക്തി കൈപിടിച്ച് കൊണ്ടുവന്ന മേഖലയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ആ വ്യക്തി നിങ്ങൾക്കായി കരുതി വെച്ചതിന് 100 മേനി നിങ്ങൾക്ക് കൊയ്യാൻ കഴിഞ്ഞു. നാളെയും ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും നൽകാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുകയാണ്. ആ വ്യക്തിക്കറിയാം ഒരുപാട് സാധ്യതകൾ ആ വ്യക്തിക്ക് സ്വയം വെട്ടിപ്പിടിക്കാമായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ സ്വയം നേടാമായിരുന്നു. പക്ഷെ അതിനൊന്നും ശ്രമിക്കാതെ ആ വ്യക്തി ശ്രമിച്ചത് തൻ്റെ വ്യക്തിയെ, താൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നന്മ ഉണ്ടാകാനാണ്, വിജയം ഉണ്ടാകാനാണ്. അത് നിങ്ങളുടെ ഒരു മഹാഭാഗ്യം തന്നെയാണ്. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയ, നിങ്ങളുടെ പോസിറ്റീവ് എനർജി നൽകിയ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അത് പലർക്കും നൽകാത്തത് കൂടിയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.